ആ ചെക്കൻ്റെ കുറച്ച് കഥ ഏകദേശം 2-3 മണിക്കൂർ എടുത്തുട്ടാ. അതാ പറ, എനിക്കും കുളിക്കാനുണ്ട്, കുറച്ച് പറയാം കേട്ടോ. അപ്പോൾ എന്താക്കി, അങ്ങനെ ചുണ്ടു കൊടുത്തില്ല. അപ്പം അവനുണ്ടല്ലോ, പിന്നെ എൻ്റെ ഈ ചെവിയുടെ അവിടത്തേക്ക് പോയി. ചെവിയുടെ അവിടെ പോയിട്ടാ, ചെവിയുടെ അവിടെ പോയി കഴിഞ്ഞപ്പം എന്നെ ഒറ്റ കടി കടിച്ചു. മനസ്സിലായോ? എൻ്റെ പൊന്നു മോനെ, ആ മുടി, നമ്മുടെ മുടി ഉണ്ടല്ലോ, അത് ഇവിടുന്ന്, ഈ മുടി ഇവിടെ നിന്ന് മാറ്റി വെള്ളം വന്നിട്ടാണോ വരുന്നതിന് മുമ്പോ, എന്നിട്ട് മുടി ഇങ്ങനെ മാറ്റി. എൻ്റെ കഴുത്തിൽ കുഞ്ചിക്കഴുത്തില്ലേ, എൻ്റെ മോനെ, ആ കുഞ്ചിക്കഴുത്തിൽ ഒരു ഉമ്മ വന്നു. എന്നിട്ട് പിന്നെ കടിച്ചു. എനിക്കങ്ങ് സുഖിച്ചിട്ടേ പുള്ളൊക്കെ വന്നു മോനെ. അത് കഴിഞ്ഞപ്പോൾ ഞാനല്ലേ ആള്, എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ടും വരും എന്ന് പറഞ്ഞ് ഞാൻ കടിക്കും. എൻ്റെ ഇവിടെ ഉമ്മ വെച്ചാലും, ഇവിടെ ഉമ്മ വെച്ചാലും എനിക്ക് ഭയങ്കര സൗണ്ട് വരും. ഭയങ്കര സൗണ്ടാണ്. ചിലപ്പോൾ എൻ്റെ അമ്മച്ചി അയ്യോ അയ്യോ എന്ന് കരയും. എനിക്ക് കരയുന്ന പരിപാടിയുണ്ട്. നമ്മൾ ഈ സുഖം വരില്ലേ, നമുക്കൊരു ഇക്കിളി, ഒരു 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 എന്താ പറയുക, ഇവിടെയൊക്കെ ഒരു ഉമ്മ വരുമ്പോൾ നമുക്കൊരു സുഖം ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താക്കും, അയ്യോ അയ്യോ എനിക്ക് വയ്യേന്ന് നമ്മൾ കരയില്ലേ, അങ്ങനെ എനിക്കുണ്ട് ആ സ്വഭാവം. അങ്ങനെയൊക്കെ ഒരു നോക്കണതൊക്കെ കല്യാണം കഴിക്കുമ്പം. എന്നിട്ട് അവൻ എന്താക്കിയെന്നറിയോ, 24 വയസ്സുകാരൻ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബി ചേച്ചി ഒന്ന് പതുക്കെ കിടക്ക് ബി ചേച്ചി എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ വെച്ചാടാ ലൈറ്റ് ഒന്ന് ഓഫാക്കുമോ, എനിക്ക് ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ലൈറ്റ് ഓഫാക്കി. ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞപ്പോഴല്ലോ എന്നെ കമഴ്ത്തി കെടുത്തി മോനെ. പിന്നെ കോൽമിഠായി അല്ലേ കയ്യിലിരിക്കുന്നത്, അതും കൊണ്ട് എൻ്റെ ശരീരത്ത് മൊത്തം ഇങ്ങനെ വരച്ച്. കോൽമിഠായി മധുരല്ലേ, ഞാൻ ചുറുമ്പ് വരുമെന്ന്. ലൈറ്റ് ഇല്ലാണ്ട് എന്ത് കാഴ്ചേ, ഞാൻ ലൈറ്റ് ഇടൂല, എനിക്ക് ലൈറ്റ് ഇഷ്ടമല്ല. മൊബൈലിൻ്റെ വെട്ടം മാത്രം നിർബന്ധമാണ്. അത് ഉള്ളൊരു സ്വഭാവമാണത്. ഉറുമ്പ് വന്ന്, ഉറുമ്പല്ല ഉറുമ്പിങ്ങനെ ഞൊളയത്തില്ല, ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ 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 പോവില്ല. എൻ്റെ പൊന്നു എൻ്റെ പൊന്നു ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പൊന്നേ, രക്ഷയില്ലായിരുന്നു. ആ കമഴ്ത്തി കെടുത്തിയപ്പോഴേ ആ കോലുമിഠായി എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ കഴുത്തില്ലേ, എൻ്റെ മോനെ, എൻ്റെ ഫേസ് കാണും, എനിക്ക് പേടിയാണോ, നാളെ ട്രോള് വരും. എൻ്റെ ഫേസ് കാണണം, എനിക്ക് നാണം വരും. എനിക്ക് ഭയങ്കര നാണം വരും ഇങ്ങനെയൊക്കെ പറയുമ്പോ. എനിക്ക് നാണം വരും ഇങ്ങനെയൊക്കെ പറഞ്ഞാ. അത് ഞാൻ വേഗം പറഞ്ഞു തീർത്തോ. വേഗം സ്പീഡിൽ പറഞ്ഞ എങ്ങനെയാ, ഒരു വികാരമൊക്കെ വരണ്ടേ പറയുമ്പോ, എന്നാലേ നമുക്ക് കേൾക്കുന്നവർക്കൊരു വികാരം വരുമോ. പിന്നെ എനിക്ക് ചേർന്നിട്ട് എക്സ്പ്രഷനൊക്കെ വരും, അതാ പ്രശ്നം. അതാ ഞാൻ ഈ മൊബൈൽ മാറ്റി പിടിക്കുന്നത്. എന്നിട്ട് എന്താക്കിന്നറിയോ, ഇക്ക നമുക്കൊരു പുതിയ ഗിഫ്റ്റ് കിട്ടി, അറിഞ്ഞാ? 11 ലെവലായി. പക്ഷെ ചിലപ്പോ വരുമായിരിക്കും, അറിയില്ല. പുതിയ ആളാ. പക്ഷെ എനിക്ക് ഒരു 1K അടിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ 1K ഒക്കെ അടിച്ചു തന്നു കേട്ടോ. 200ന്റെ ഹാർട്ടും 1K ഒക്കെ അടിച്ചു തന്ന. പഠിക്കുന്ന ആളായിരിക്കും, പറഞ്ഞപ്പോ തന്നെ അടിച്ചു കേട്ടോ. എന്നിട്ട് വൈകുന്നേരം വന്നാ പോരെ. ഹായ് ഏട്ടാ, ഹായ്.
ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞ് പ്ലേറ്റ് എടുത്തു. എന്നിട്ട് ഇപ്പോൾ ബിരിയാണി ഇല്ലെന്ന്. അവിടെ ഞാൻ പറഞ്ഞു തരാം, ഒന്ന് സബൂറാക്കും. എടാ എനിക്ക് ഇന്ന് കസ്റ്റമർ ഇല്ല ചേച്ചി. ചിരി അടക്കി പിടിച്ചിരിക്കുവാണ് ചേച്ചി. ആടെ സത്യം എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ചമ്മലിക്ക. ഞാൻ പറയാ ഒന്ന് സബൂറാക്ക്. ഞാൻ റിലാക്സ് ആയിക്കോട്ടെ. മുമ്പത് 2 മണിക്കൂർ ഉറങ്ങിക്കോട്ടെ. നിക്ക വൈകിട്ട് വരാം. പിന്നെ വരയ്ക്ക് നാണം വന്നു. ഹലോ ഹലോ ബിജി, ആർ യു സ്റ്റേയിങ് ഇൻ എറണാകുളം? യെസ്, ഞാൻ എറണാകുളംകാരിയാണ്. ഞാൻ പെരുമ്പാവൂരുകാരിയാണ്. എൻ്റെ വീട് പെരുമ്പാവൂര്. എൻ്റെ അപ്പച്ചൻ്റെ നാട് തൃശ്ശൂര്. എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്നല്ല, ഒളിച്ചോടി പോയത് അത് പാലക്കാട്. ബാക്കി പറഞ്ഞ് നൈറ്റ് പറയാം. കഥ ഫുള്ള് നീർക്കത്. നമ്മളൊരു ഇത് വെക്കണം, എൻഡ് വെക്കണം. ഞാൻ വൈറ്റില, എറണാകുളം. വൈറ്റിലല്ല, അതെവിടെയാ? അത് പണ്ട് കൊച്ചിയല്ലേ? അങ്ങ് ഭാഗമല്ലേ? നൈറ്റ് ഞാൻ ഉണ്ടാവില്ല. കഥ പറയണം. കഥ പറയണം. എന്നാ കിടന്നിട്ട് കഥ പറയാം. എനിക്ക് നടുവേദനിക്കുന്നു. നാളെ പറഞ്ഞാൽ മതിയോ? എനിക്ക് കുറച്ചേരം കിടക്കട്ടെ. കഥ പറയണം. ആളെ എടാ ഇപ്പൊ ആള് കുറഞ്ഞു. ഇനിയിപ്പോ കഥ പറഞ്ഞു തുടങ്ങുമ്പോ 300-400 പേരോ കുളിക്കാനുണ്ട്. കഥ പറയണ്ട. കുറച്ച് പറയാം. കുറച്ച് പറഞ്ഞുതരാം. ബാക്കി ഇന്ന് നൈറ്റ് ഞാൻ കുറച്ച് കഥ പറഞ്ഞുതരാം.